ഹായ് ഓൾ. അപ്പം തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പാൽക്കപ്പയാണ് കേട്ടോ. അപ്പോൾ പാൽക്കപ്പയ്ക്കായിട്ട് ഞാൻ 1 കിലോ കപ്പ ഞാൻ വെട്ടി വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കുക്കറിലോട്ട് മാറ്റാം. അപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്ന കണക്ക് ഏകദേശം കപ്പയ്ക്ക് മുകളിൽ നിൽക്കുന്ന കണക്ക് വെള്ളം വയ്ക്കുക, പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഇത്രയും മതി. നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ വേവിക്കുക. ഇപ്പോൾ എനിക്കൊരു 6-7 വിസിൽ വേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കപ്പയ്ക്കില്ല, നമ്മൾ കപ്പയ്ക്ക് സൈഡായിട്ട് എല്ല് കറി വയ്ക്കുന്നുണ്ട് കേട്ടോ, ബീഫിൻ്റെ എല്ല് കറി. അപ്പം ഞാനത് ആ വെന്ത കപ്പ ഊറ്റി മാറ്റുവാണ്. നല്ല പോലെ വെന്ത് കിട്ടണം, ഉടഞ്ഞു പോകാനും പാടില്ല. നമുക്ക് വെള്ളം വാർന്ന് കളയണമല്ലോ. അപ്പോൾ അതേ കുക്കറിൽ തന്നെ ഞാൻ ബീഫിൻ്റെ എല്ലും പിന്നെ കുറച്ച് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ ഒരു വീഡിയോ എല്ല് കറിയുടെ അല്ല, നോർമലി ഞാൻ വെക്കുന്ന ബീഫ് കറിയുടെ ഈസി റെസിപ്പിയാണ് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം മസാലകളെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, വിനാഗിരി ഒഴിച്ച്, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കുക്കറിനകത്തോട്ട് അത് വേവിക്കാനായിട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. കാന്താരി മുളകാണെങ്കിൽ അത്രയും ടേസ്റ്റ്. പിന്നെ ഞാനൊരു ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ 2ാം പാലൊഴിച്ച് നല്ലപോലെ നമ്മുടെ കപ്പയൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ തീ കത്തിച്ചിട്ടില്ല. ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് തീ കത്തിച്ച് കൊടുത്തത്. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ കപ്പയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് 1ാം പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയുള്ള 1ാം പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴത്തേനും നമ്മുടെ കപ്പ നല്ല കുറുകി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും കൂടെ നോക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ നോർമലായിട്ടുള്ള കടുക് താളിപ്പും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്. തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു പാടേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയാണ് കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യാൻ പോവാണ്. പാൽക്കപ്പ ഒരു സെക്ഷൻ ഒഴിക്കുക, അതിൻ്റെ കൂടെ നമ്മുടെ എല്ല് കറിയും കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക കമൻറ്റിലൂടെ. അപ്പം ഈ പാൽക്കപ്പ നമുക്ക് ഒരു കറിയില്ലാതെ നമുക്ക് അല്ലാതെയും കഴിക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ഈ എല്ല് കറി നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ പാൽക്കപ്പയും എല്ല് കറിയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക.